ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവം ലോക്സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം പി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ജനവാസ മേഖലകളിലും കൃഷി സ്ഥലത്തും വന്യമൃഗാക്രമണങ്ങൾ വർദ്ധിക്കുന്ന സംസ്ഥാന സർക്കാരും വനംവകുപ്പിൻ്റെയും അലംഭാവമാണെന്നും ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ടാകണമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ജനങ്ങളെ പഴി പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ആളുകളാണ് ഒരുപക്ഷെ അവർ യാതൊരു മാർഗവുമില്ല. കൃഷിക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ അവസാനത്തെ തൊഴിൽ സാധ്യതയാണല്ലോ കാർഷിക രംഗം. അവിടെ ജോലി ചെയ്യുമ്പോൾ ഈ തരത്തിലുള്ള ഒരു സംരക്ഷണം കിട്ടാതെ വരുന്നു. ഇന്നലെ ആ ചെറുപ്പക്കാരൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ്. സെക്യൂരിറ്റി ജീവനക്കാരൻ അയാളുടെ തൊഴിലിടത്തു നിന്നും രാത്രിയല്ലാതെ എപ്പോഴാണ് വീട്ടിൽ പോവുക? വീട്ടിൽ പോകുമ്പോഴുണ്ടായ ദാരുണമായ സാഹചര്യമാണ് അവിടെ ഈ വിധത്തിലേക്ക് കാര്യങ്ങൾ വന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. സർക്കാർ ഈ കാര്യത്തിൽ വന്നിട്ടുള്ള വീഴ്ച കൃത്യമായി പരിശോധിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കാൻ, മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അപ്പം ഞാൻ ഈ വിഷയം ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. സംസാരിക്കാൻ അവസരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. സ്പീക്കറെ നേരിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. ലോക്സഭയുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും ഈ കാര്യം കൊണ്ടുവരും. കേരളത്തിലെ എം പിമാരെല്ലാവരും, ബഹുമാനിയായ പ്രിയങ്ക ഗാന്ധി വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇഷ്യൂ വളരെ കൃത്യമായി ഇന്നലെ ഫോക്കസ് ചെയ്ത് ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മറ്റ് എം പിമാരും ഈ കാര്യത്തിൽ പിന്തുണയായിട്ടുണ്ട്. UDF ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. ഇന്നും ആ ഒരു തരത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. ലോകരാജ്യങ്ങളിൽ ശാസ്ത്രീയമായ മാർഗങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ജനങ്ങളെ വേട്ടയാടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. അതവർ ചെയ്യുന്നില്ല. മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോട് എനിക്ക് വീണ്ടും വീണ്ടും ആവശ്യപ്പെടാനുള്ളത്, ഇങ്ങനെ കൃത്യമായിട്ടുള്ള നെഗ്ലിജൻസ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കട്ടെ. അവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കട്ടെ. ഇവിടെ മന്ത്രിയും കേരള ഗവൺമെൻറ്റും ചെയ്യുന്നത് എന്താണ്? വീണ്ടും വീണ്ടും ഈ വനപാലകർക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കുന്ന, കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കുന്നത് പോലെ അവർക്ക് നിയമം അനുകൂലമാക്കി മാറ്റുന്ന ഒരു സ്ഥിതിയാണുള്ളത്. വനത്തിലിറങ്ങുന്ന ആളുകളെ ഏത് രീതിയിലാണ് ഇതിപ്പോൾ വനപാലകർ കൈകാര്യം ചെയ്യുന്നത്? അതൊന്നും ഇവിടെ വേണ്ട. കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ തുരത്താനുള്ള അവകാശം അത് കൃത്യമായി നടപ്പിലാക്കാൻ കേരള സർക്കാർ തയ്യാറാവട്ടെ. ഈ മൃഗങ്ങളെ വകവരുത്താനുള്ള അനുമതി ജനങ്ങൾക്ക് നൽകട്ടെ. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പം ഈ വനപാലകർക്ക് പ്രത്യേകമായി എന്ന് വെച്ചാൽ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ആർക്കെതിരെ വേണമെങ്കിലും നടപടിയെടുക്കുക എന്നുള്ള ഭേദഗതി കൊണ്ടുവരികയാണ്. അതൊന്നും ഇവിടെ അനുവദിക്കാൻ സാധ്യമല്ല. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഗവൺമെൻറ്റുകൾ അവധാനതയോടുകൂടി ഇടപെട്ട് ഇനിമേലിൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുക.